വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ വഴുതനങ്ങ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ നമുക്ക് വാട്ടണം. ഇങ്ങനെ നീളത്തിലരിയാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ച വഴുതനങ്ങ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിടുക. നമ്മളതുമ്മ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് നേരിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇത് ഫ്രൈ ആക്കാനായിട്ട് വയ്ക്കാം. നേരിയതായിട്ട് ഫ്രൈ ആയാൽ മതിട്ടാ. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരുംജീരകം, പിന്നെ അതിലേക്ക് വേപ്പിലിടാം. രണ്ട് പച്ചമുളക്, പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞത്, ചെറുതായിട്ടൊന്ന് വഴറ്റാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, ഇവിടെ നമ്മുടെ വഴുതനങ്ങ നേരിയതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മസാല ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കോൽപ്പുളി എടുക്കാം. ഒരു നെല്ലിക്ക അളവിനേറ്റും കുറച്ച് ചെറുതായിട്ട്. എന്നിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ ഇതിൽ ചേർക്കണം. നേരിയ പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ച വഴുതനങ്ങ ഇതിലിടാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഒരു 6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ വീഴ്ത്താം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ പാലൊഴിക്കാത്ത വഴുതനങ്ങ കറി റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.